യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഈ വീഡിയോയിലൂടെ വിശുദ്ധ തിരുവെഴുത്തിലെ അതീവ പ്രാധാന്യമുള്ള മറ്റൊരു വാക്യത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരുപാട് വ്യാഖ്യാനങ്ങൾ നിലവിലുള്ള ഒരു വാക്യമാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ഇന്ന് കൊണ്ടുവരുന്നത്. ഇത് മറ്റൊരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് ഈ കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് കടക്കുന്നു. 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവെഴുത്തുകളാണ് നമ്മൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നത്. ചിന്ത ഇതാണ്: കർത്താവായ യേശുക്രിസ്തു ആത്മാവിൽ മരിച്ചടക്കപ്പെട്ട് അവൻ കല്ലറയിലായിരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് കടന്നുപോയി പാതാളത്തിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു എന്ന നിലയിൽ പഠിപ്പിക്കുന്ന ധാരാളം ഉപദേശങ്ങളുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ തടവിലായിരുന്ന ആത്മാക്കളോട് യേശുക്രിസ്തു സംസാരിച്ചുവോ എന്നാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ 18-ാം വാക്യം മുതൽ വായിക്കുന്നത്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇവിടെ നാം വായിക്കുന്നത്, ദൈവം നോഹയുടെ കാലത്ത് ദീർഘക്ഷമയോടിരിക്കുന്ന ആ കാലത്ത് കർത്താവിൻ്റെ ആത്മാവ്, അവൻ ആത്മാവിൽ ചെന്നത്, ക്രിസ്തു ആത്മാവിൽ ചെന്ന് തടവിലുള്ള അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അറിയാവുന്ന നിലയിൽ ഞാനും ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാളുകളിൽ ലഭ്യമാകുന്ന ദൈവിക വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയും, ഒന്നാമത്തെ പ്രധാന വിഷയം, ഈ വാക്യങ്ങൾക്കകത്ത് പാതാളമെന്നോ ഹിഡൻ പ്ലേസ് ഹേഡീസ് എന്നോ ഷിയോൾ എന്നോ ഉള്ള പദങ്ങളെങ്ങും തന്നെ, അല്ലെങ്കിൽ നരകം എന്ന പദമൊന്നും ഈ വാക്യങ്ങൾക്കകത്ത് അപ്പോസ്തലനായ പത്രോസ് പരാമർശിച്ചിട്ടില്ല. ഒന്നാമത്തെ വാക്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. 2, ഈ ദുഷ്ടന്മാരായ, അല്ലെങ്കിൽ മരിച്ചുപോയ, അനുസരണം കെട്ട മരിച്ചുപോയ വിക്കഡായിട്ടുള്ള സ്പിരിറ്റിനോട് പാതാളത്തിൽ പോയി അവരെ വിടുവിച്ച് വീണ്ടും അവരെ സുവിശേഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്നുള്ള ഒരു പഠനം നമ്മുടെ ഇടയിലുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവന് ലഭിക്കാത്ത ഒരു പ്രിവിലേജും അവൻ്റെ മരണത്തിന് ശേഷം അവന് ലഭ്യമാകുന്നില്ല എന്ന് പുതിയ നിയമത്തിലെ പല വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അതിൽ തന്നെ വൈരുദ്ധ്യങ്ങളുള്ളതല്ല എന്നത് യാഥാർത്ഥ്യമായതുകൊണ്ട്, അപ്പോൾ ദുഷ്ടരായ ആളുകളോട് പോയി സംസാരിച്ചു എന്നുള്ള ആ ചിന്തയും നമ്മളിവിടെ ഒരു അർത്ഥത്തിൽ മാറ്റി വയ്ക്കേണ്ടതായ കാര്യമാണ്. മൂന്നാമതായി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇവിടെ അനുസരണഘട്ട ആത്മാക്കളോട് ആത്മാവിൽ പോയി സംസാരിച്ചു എന്നത്. ഈ ആത്മാവിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ധരിച്ചു വെച്ചത്, എൻ്റെ എൻ്റെ അറിവ് പരിമിതിയാണ്, ഇതിൽ കൂടുതൽ അറിവോടെ സംസാരിക്കുന്നവരുണ്ടാകാം 100%. ഞാനതിനെ നല്ല ബഹുമാനത്തോടുകൂടെ തന്നെ കണ്ടുകൊണ്ട് എൻ്റെ പരിമിതമായ അറിവ്, എൻ്റെ കേൾവിക്കാരായ ആളുകൾക്കുള്ള സംശയങ്ങൾ, ഞാൻ എൻ്റെ ചെറിയ ഒരു വേർഡിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആത്മാവിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി മരിച്ചു പോയിട്ട് തൻ്റെ സ്പിരിറ്റ് പോയി സംസാരിച്ചു എന്ന നിലയിലാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഈ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഈ സന്ധ്യയ്ക്ക്, നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് എന്താണ് ആത്മാവിൽ എന്നുള്ള ആ പദം ഒന്ന് മനസ്സിലാക്കാൻ പോകും. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകണം. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ മനസ്സിലായി, ക്രൈസ്റ്റ് വാസ് പുട്ട് ഡെത്ത് ഇൻ ഫ്ലഷ്.
ആൻഡ് ഹി മെയ്ഡ് എ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ മരണം ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്തുവാണ് ഈ ജഡത്തിൽ? ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ഇൻ ദ ഫ്ലഷ്. നമ്മുടെ മുമ്പുള്ള പല വീഡിയോയിൽ പല സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. ലൈഫ് ഇൻ ദ ഫ്ലഷ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ലൈഫ് ഇൻ ദിസ് സാക്സ്, നമ്മുടെ ഈ ബ്ലഡ് ബോൺ ആൻഡ് ഫ്ലഷ് ഉള്ള നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ജീവിക്കുന്നതിൻ്റെ പേരല്ല ലൈഫ് ഇൻ ദ ഫ്ലഷ്. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, തിരുവെഴുത്ത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് ശ്രദ്ധിക്കുക. നമ്മുടെ എന്ത് പറയുന്നത്, ശരീരത്തിൽ ജീവിക്കുക, നമ്മൾ ഈ ശ്വാസത്തിൽ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ബോഡിയിൽ ജീവിക്കുന്നതിൻ്റെ പേരല്ല ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ കോമൺ ടീച്ചിങ് ഇതുണ്ട് കേട്ടോ, ധാരാളമായിട്ടുണ്ട്, പ്രബലമാണ്, പോപ്പുലറാണ്. അപ്പം ഈ ശരീരം പാപമുള്ളതെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും ചിന്ത വരുന്നത് നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും ചെവിയും എല്ലാം പാപമുള്ളത്. നോ, നമ്മുടെ ശരീരത്തിൽ ഒരു പാപവും ഇല്ല. നമ്മുടെ പാപമെല്ലാം യേശുക്രിസ്തുവിന്റെ വാക്കനുസരിച്ച് അവന്റെ ഹൃദയത്തിൽ നിന്ന് അത്രയും ഉണ്ടായി വരുന്നത്. അവന്റെ ആത്മാവിൽ നിന്ന്, അവന്റെ സോളിൽ നിന്നാണ് സകലവിധമായ സിന്നും ഉത്ഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സാധുവാണ്, ഒന്നുമല്ല, ബോഡിക്ക് ഒരു പങ്കും ഇതിലില്ല. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആത്മാവിൽ അല്ലെങ്കിൽ ജഡത്തിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരിക്കലും അവർ ഈ ഫിസിക്കൽ ബോഡിയിൽ എന്നല്ല, മറിച്ച് ജഡത്തിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം മനക്കേണ്ടത് ഇറ്റ് ഈസ് ദ ഓൾഡ് കവനന്റ് സിസ്റ്റത്തിലാണ്. അതായത് ആ ലൊക്കേഷൻ, അതായത് ജീസസ് ക്രൈസ്റ്റ് പുട്ട് ഡെത്ത് ഇൻടു ദ ഫ്ലഷ്. അവൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് അണ്ടർ ദ ലോ ഓഫ് മോസസ്. ഹി ഡൈഡ് അണ്ടർ ദ കവനന്റ്. യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് ഗലാത്യർ 4 പറയുന്നത്, കാലസമ്പൂർണ്ണം വന്നപ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചു. നമ്മൾ ഒന്ന് കൊരിന്ത്യർ ലേഖനം 15 വായിക്കുന്നു, ഹി ഡൈഡ് അക്കോർഡിംഗ് ടു ദ ലോ. ന്യായപ്രമാണ പ്രകാരം അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സോ ജീസസ് ഈസ് ബോൺ ഇൻ ദ ഫ്ലഷ്. 2 മീനിങ്സ് ഉണ്ട്. ഒന്ന്, അവൻ ജഡാവതാരം എടുത്തു. നമ്പർ 2, ഹി ബോൺ ഇൻ ഫ്ലഷ്. ഫ്ലഷ് മീൻസ് ഹി ബോൺ അണ്ടർ ദ കവനന്റ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ്. ഓക്കെ, അപ്പൊ യേശുക്രിസ്തു മരിച്ചു, അവൻ ജഡത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ ജഡം മരിച്ചു എന്നല്ല, അവിടെ മനസ്സിലാക്കേണ്ടത് ഹി ഡൈഡ് ഇൻ, അത് ലൊക്കേറ്റീവ്, അത് എവിടെയാണ് മരിച്ചെന്നുള്ളത്. അവൻ ന്യായപ്രമാണത്തിൽ മരിച്ചു, ന്യായപ്രമാണ പ്രകാരം മരിച്ചു. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം സംഭവിച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. ഇത് നിങ്ങൾക്ക് സംശയമില്ല, കാരണം ബൈബിളിൽ ക്ലിയർ ആയിട്ട് ജീവിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൻ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹി റിസറക്റ്റഡ് ഇൻ ദ സ്പിരിറ്റ്. The law of the spirit means the new covenant. The law of flesh is the old covenant. ജഡത്തിന്റെ നിയമം എന്ന് പറയുന്നത് ന്യായപ്രമാണവും ആത്മാവിന്റെ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം ജഡത്തിൽ സംഭവിച്ചെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ആത്മാവിലാ സംഭവിച്ചത്. അതിനർത്ഥം ഹി ലൊക്കേറ്റഡ്, ദ ലൊക്കേഷൻ ഈസ് ചേഞ്ച്ഡ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ദ ലൊക്കേഷൻ ഈസ് ചേഞ്ച്ഡ്. ഹി ഡൈഡ് under the old covenant, he resurrected under the new covenant. നമ്മൾ റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, ജഡം സംബന്ധിച്ച് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ പുത്രനായി ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. സോ ഇൻ ദ അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്, Jesus Christ born, he died, he resurrected and buried and resurrected. But according to the Spirit, he became the Son of God. He was declared as the Son of God. ദൈവത്തിന്റെ പുത്രനായി അതിശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പം ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ഇൻ ദ ഫ്ലഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് മറന്നു പോകരുത്. ഇറ്റ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ചത്തശേഷം പോകുന്നതല്ല, ഹേഡീസിൽ നിന്ന് പോകുന്നതല്ല, വിത്തൗട്ട് ഫ്ലഷിൽ പോകുന്നതല്ല. ആത്മാവിൽ, രണ്ടാമത്തെ ട്രൂത്ത് പറയാം, ആത്മാവിൽ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ. ഇനി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുക്രിസ്തു ആത്മാവിലല്ല, യേശുക്രിസ്തുവിന്റെ ശരീരം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം,
യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, യേശുക്രിസ്തു ഏത് ശരീരത്താണോ മരിച്ചത് അതേ ശരീരത്തോടുകൂടി, സെയിം ബോഡി, സെയിം ബോഡി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ലുക്ക് അറ്റ് മീ. ഭൂതങ്ങൾക്ക് ശരീരമില്ല, മാംസമില്ല, അസ്ഥിയില്ല, എന്നെ തൊട്ട് നോക്കുവേൻ, എനിക്ക് അസ്ഥിയുണ്ട്, മാംസമുണ്ട്. എന്നിട്ട് യേശുക്രിസ്തു അവരുടെ കൂടെ ഇരുന്ന് വറുത്ത മീനും തേൻകട്ടയും ഭക്ഷിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ജീസസ് ക്രൈസ്റ്റ് റിസറക്റ്റഡ് ദ സെയിം ഫിസിക്കൽ ബോഡി, സെയിം ഫിസിക്കൽ ബോഡി. അതിനൊരു റീസൺ ഉണ്ട്, ഞാൻ തൽക്കാലം അത് ഇവിടെ പറയുന്നില്ല. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് മിസ്റ്ററി ബിഹൈൻഡ് ദാറ്റ്. വൈ ജീസസ് റിസറക്റ്റഡ് ദ ഫിസിക്കൽ ബോഡി അഗൈൻ. And number 2, the another mystery is there. What happened to that body? ആ ബോഡിക്ക് എന്താ സംഭവിച്ചത്? These all messages we will teach on our own private school because there's very much deep. കാരണം ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇനി കർത്താവായ യേശു ക്രിസ്തു he put on death in the flesh and he made alive in the spirit, means he died under the old covenant and he was resurrected in the new covenant. സോ ഇതിനെ സംബന്ധിച്ച് മറ്റൊരു വാക്യം കൂടെ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന് 31-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 31. നമുക്കിത് യേശുക്രിസ്തുവിന്റെ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടനിൽ അവൻ രൂപാന്തരപ്പെടുന്നതിനെ സംബന്ധിച്ചതായ കാര്യമാണ്. ഞാൻ അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിക്കുന്നു. ഇവിടെ മോശെയും ഏലിയാവും യേശുക്രിസ്തുവിന് പ്രത്യക്ഷരായി വായിക്കുന്നു. 9:31. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. നിര്യാണം. ഈ നിര്യാണം എന്നതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഡിസീസ്. ഡിസീസ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എക്സഡസ്, പുറപ്പാട്. അപ്പൊ യേശുക്രിസ്തുവിന് യെരൂശലേമിൽ സംഭവിപ്പാൻ പോകുന്ന പുറപ്പാടിനെ കുറിച്ച് മോശെയും ഏലിയാവും സംസാരിച്ചു. മോസസ് വാസ് ദ ലീഡർ ഓഫ് ദ ഫസ്റ്റ് എക്സഡസ്. ജീസസ് became the leader of the second Exodus. Moses brought the people from bondage to the law of flesh. Listen to me, this is very important. Moses delivered the people from the slavery to the covenant, the old covenant, that is the covenant of flesh, brought them into the physical land with the physical temple, with physical and with the physical sacrifices, physical festivals, physical blessings, physical enemies are there. All physical. That means the old covenant എന്ന് പറയുന്നത് is flesh. Moses brought the people from the slavery of Egypt to the land of Canaan under the old covenant. That means the covenant of flesh. Covenant of flesh. ന്യായപ്രമാണത്തിന്റെ കീഴിൽ, ജഡീക നിയമങ്ങളുടെ കീഴിൽ, അങ്ങനെ തന്നെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ജഡപ്രകാരം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് സാറായിക്ക് ജനിച്ച ഇസ്ഹാക്കിനെ കുറിച്ച് പറയുന്ന വാചകം, അവൻ ആത്മാവിൽ ജനിച്ചു. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹി ഡസന്റ് മീൻ അവന് ഡിസംബോഡിമെന്റ് സംഭവിച്ചാൽ ആ ബോഡി വിട്ട് കളഞ്ഞെന്നല്ല. അവന് ആ ശരീരം ഉണ്ടായിരുന്നു, പക്ഷേ ഈസ് ലിവിങ് ബോൺ അണ്ടർ ദ സ്പിരിറ്റ്. ഇസ്മായിലിനെ കുറിച്ച് പറഞ്ഞു ജഡപ്രകാരം ജനിച്ചവൻ. ഇസ്ഹാക്കിനെ പറഞ്ഞു അവൻ ആത്മപ്രകാരം ജനിച്ചവൻ. ആത്മപ്രകാരം ജനിച്ചവനെ ജഡപ്രകാരമുള്ള സന്തതി ഉപദ്രവിക്കുന്നത്. സോ ജഡപ്രകാരവും ആത്മപ്രകാരവും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഡിസംബോഡിമെന്റ് അല്ല, ശരീരം വിട്ടിട്ട് എവിടെയോ അദർശ്യ സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ചല്ല എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ ദാറ്റ്. ഇവിടെ ക്രൈസ്റ്റ് എവിടെ എന്ത് ചെയ്യാൻ പോവാണ്? എക്സഡസ് ഫ്രം യെരൂശലേമിൽ പ്രാപിപ്പം. യെരൂശലേമിൽ നിന്ന് ഒരു പുതിയ പുറപ്പാട് ആരംഭിക്കാൻ പോകും. മിസ്രൈമിൽ നിന്ന് ആരംഭിച്ച പുറപ്പാട് പോലെ യെരൂശലേമിൽ നിന്ന് ഒരു പുതിയ പുറപ്പാട് ആരംഭിക്കാൻ പോകുന്നു. ദാറ്റ് ഈസ് ഫ്രം the realm of flesh to the realm of the spirit. That means from the old covenant of letters of old covenant of flesh to the new covenant of spirit and eternal life. ന്യായപ്രമാണം എന്ന ജഡിക നിയമത്തിന്റെ കീഴിൽ നിന്ന്, അക്ഷരികമായ ലാൻഡിൽ നിന്ന്, ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനു വേണ്ടി അബ്രഹാം തന്റെ മക്കളായ ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ ഒരേ കൂടാരത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാഗ്ദത്ത ദേശത്ത് കൂടാരമടിച്ച് പാർത്ത് കാത്തിരുന്ന ആ ദേശത്തേക്ക്, ആ പട്ടണത്തിലേക്ക് യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ നടത്താൻ പോവുകയാണ്. ഫ്രം ദ കവനന്റ് ഓഫ് ഫ്ലെഷ് ടു ദ കവനന്റ് ഓഫ് സ്പിരിറ്റ്.
ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു ജഡപ്രകാരം മരിച്ചു മീൻസ് ഹി ഡൈഡ് അണ്ടർ ദ ലോ. ആത്മപ്രകാരം ഉയർത്തുന്ന പറഞ്ഞാൽ ഹി റിസറക്റ്റഡ് അണ്ടർ ദ ന്യൂ കവനന്റ്. ദ ന്യൂ കവനന്റ് ഇസ് ദ കവനന്റ് ഓഫ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന ജഡപ്രകാരം, അല്ലെങ്കിൽ നമ്മൾ ജഡത്തെ അല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്നവർ. ജഡത്തെ അനുസരിച്ച് നടക്കുന്ന, ജഡത്തെ അനുസരിച്ച് നടക്കുന്ന പറയാം ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ക്രൈസ്തവ സമൂഹം നിറച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കും. ജഡത്തെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെയും കാതിന്റെയും ശരീരത്തിന്റെ അവയവങ്ങൾ അനുസരിച്ച് നടക്കുന്നില്ല. ജഡത്തെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ലിവിങ് അക്കോർഡിംഗ് ടു ദ ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ലിവിങ് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ലോ, ദ ഹോളി സ്പിരിറ്റ്, ന്യൂ കവനന്റ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ്സ്? ജഡിക നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നവരാണ് പണ്ട് ദൈവത്തിന്റെ പുത്രന്മാരെന്നും അബ്രഹാമിന്റെ മക്കളെന്നും വിളിക്കപ്പെട്ടതെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജഡത്തിന്റെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. That means if you are just moving and walking according to the life and the spirit, you are going to be a huios of God, the matured sons of God. Glory to God. So don't forget that. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു ആത്മാവിൽ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് സംസാരിച്ചു. നമ്മൾക്ക് ഒത്തിരി കൂടുതലൊന്നും പോകണ്ട പ്രിയപ്പെട്ട. ചെക്ക് ദ ബൈബിൾ. Check the Bible. What is the meaning of this verse? Living in the spirit, living in the flesh. നിക്കോഡിമോസിനോട് കർത്താവ് പറഞ്ഞൊരു വാചകം എന്താണ്? നീ ആത്മാവിൽ പിറന്നില്ലെങ്കിൽ, ആത്മാവിൽ ജനിച്ചില്ല, എവിടെ പോകാൻ പറ്റത്തില്ല? സ്വർഗരാജ്യത്തിൽ കാണുവാൻ കഴിയത്തില്ല, പ്രവേശിക്കാൻ കഴിയത്തില്ല. What is the meaning of that verse? ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, born of the spirit means born in the new covenant. മറന്നു പോകരുത്. ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ born in the spirit, in the spirit realm, in the sphere of the spirit. That means that is new covenant. That means Nicodemus was, അദ്ദേഹം എവിടെയാ ജനിച്ചത്? അദ്ദേഹം ഓൾഡ് കവനന്റ് ജനിച്ച ആളാണ്. ഓൾഡ് കവനന്റ് പ്രത്യേകത എന്താണ്? അത് മരണത്തിന്റെ പ്രമാണമാണ്. അപ്പൊ ന്യൂ കവനന്റ് എന്താണ്? അത് ആത്മാവിന്റെ പ്രമാണമാണ്. അപ്പൊ ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിക്കാൻ വേണ്ടി ജനിക്കുന്നതിന്റെ പേരാണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു. മറക്കല്ലേ പ്രിയരെ പ്ലീസ്. ഇനി അടുത്തൊരു പ്രധാന കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യം എന്തുവാ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്താൽ അത്രേ വീണ്ടും ജനിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നൊരു വാക്കാണ്, ജഡത്തിൽ ജനിച്ചത് ജഡവും ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. വാട്ട് ഈസ് മീനിങ്? ഈ ജഡത്തിൽ ജനിച്ച ജഡം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണ്? നമ്മൾ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ജനിച്ചതാണ്. അല്ല, ജഡത്തിൽ ജനിച്ചത് ജഡം മീൻസ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ബോൺ ഓഫ് ദ ഓൾഡ് കവനന്റ്, യു ആർ ഫ്ലഷ്. നിങ്ങൾ പഴയ നിയമത്തിന്റെ കീഴിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ഫ്ലഷാണ്. നിങ്ങൾ പുതിയ നിയമത്തിലാണ് ജീവിച്ചതെങ്കിൽ എന്താ ജനിക്കുന്നെങ്കിൽ അത് സ്പിരിറ്റിൽ, ആത്മാവിൽ ജനിച്ചതൊക്കെ ആത്മാവ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കവനൻസ്, ഓൾഡ് കവനന്റ് ആൻഡ് ദ ന്യൂ കവനന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. അത് ലേഖനങ്ങളിൽ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നില്ലെങ്കിൽ നമ്മൾ പല വചനങ്ങളും നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടും. ഞാൻ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് നിർത്താൻ പോകും. ഇവിടെ പറയുന്ന വാക്യം, ആത്മാവിൽ അവൻ ചെന്ന് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലുള്ള ആത്മാക്കളുടെ, ഈ തടവിലുള്ള ആത്മാക്കളാണ്? ഹു ഈസ് ദ തടവിലുള്ളവർ? ബദ്ധന്മാർ. ഐസയ ചാപ്റ്റർ 61 പറഞ്ഞിരിക്കുന്നു, ബദ്ധന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ദരിദ്രരോട് സുവിശേഷം, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ദൈവം കർത്താവ് പറയുന്ന വാക്യമുണ്ട്, ബദ്ധന്മാരോട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. എവിടുന്ന് ബദ്ധന്മാർ? എവിടെ ബദ്ധന്മാർ? പാപത്തിൽ ബന്ധിതരായവർ, പാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, അണ്ടർ ദ ലോ. പാപം എന്ന് പറയുന്ന തടവറയ്ക്കകത്ത് പാപത്തിൽ അടച്ചു കളഞ്ഞവർ, പാപത്താൽ അടയ്ക്കപ്പെട്ടവർ, പാപമെന്ന പ്രശ്നകത്ത് അടയ്ക്കപ്പെട്ടവരെ വിടിവിക്കാൻ വേണ്ടി യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞ് ക്രൈസ്റ്റ് നസറേത്തിലെ പള്ളിയിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയരെ.
അപ്പൊ നോഹയുടെ കാലത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞു? നോഹയുടെ കാലത്ത് 120 വർഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തോട് വാദിച്ചുകൊണ്ട്. എങ്ങനെയാ നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വാദിച്ചുകൊണ്ടിരുന്നത്? 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് വരുവാനുള്ള രക്ഷയെക്കുറിച്ച് പൂർവികന്മാരായ പ്രവാചകന്മാർ എന്ത് ചെയ്തു? ആരാഞ്ഞുകൊണ്ടിരുന്നു. അവരതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയായിരിക്കും ആ രക്ഷയെക്കുറിച്ച് അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നു. 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. ദാറ്റ് മീൻസ്, ലിസൺ ടു മീ, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. ആരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്? പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അത് നോഹ ആയിക്കോട്ടെ, ഹാനോക്ക് ആയിക്കോട്ടെ, അബ്രഹാം ആയിക്കോട്ടെ, ഇസഹാക്ക് ആയിക്കോട്ടെ, യാക്കോബ്, എല്ലാ പ്രവാചകന്മാരിലും, അത് തുടർന്ന് വന്ന എല്ലാ പ്രവാചകന്മാരിലും അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടത് കഷ്ടതയും വരുന്ന മഹിമയെ കുറിച്ച് സാക്ഷീകരിച്ചപ്പോൾ, ദാറ്റ് മീൻസ് ദേ പ്രീച്ച്ഡ് ആൻഡ് ദേ റിപ്പോർട്ടഡ് ടു ദ പീപ്പിൾ ദോസ് ഹു ആർ അണ്ടർ ദ ലോ, അണ്ടർ ദ ബോണ്ടേജ് ഓഫ് സിൻ, ഇൻ ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലുക്ക് ഹിയർ. ഇവിടെ ആരാ പോയി സംസാരിച്ച? അവൻ ആത്മാവിൽ സംസാരിച്ചെന്ന് പറയും. ഇവിടെ ഒരു ഉദാഹരണം പറയുക. അതായത് കർത്താവ് യേശു ക്രിസ്തു ജഡത്തിൽ മരിച്ചു, ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അവൻ ആത്മാവിൽ ചെന്ന്, ആത്മാവിൽ അവൻ ചെന്ന്, ഏതാണ്? ക്രിസ്തു ആത്മാവിൽ. ആരിലൂടെ? നോഹയിലൂടെ. എപ്പോൾ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നോഹ പെട്ടകം പണിയുന്ന സമയത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട. നോഹ പെട്ടകം പണിയുന്ന സമയത്ത് 120 വർഷം നോഹ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ, നീതിപ്രസംഗയിലൂടെ, പരിശുദ്ധ റൂഹ ആത്മാവിൽ, ആ ക്രിസ്തുവിന്റെ ആത്മാവോട് കൂടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പാപത്തിന്റെ അടിമകളായിരുന്ന, പാപത്താൽ ബന്ധിതരായിരുന്ന, തടവിലായിരുന്ന ആത്മാക്കൾ. ഈ ആത്മാക്കൾ എന്ന് പറയുന്നത് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ചത്തുപോയ ആത്മാക്കൾ എന്നല്ല. കാരണം നമ്മുടെ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, വെൻ യു റീഡ് ദ ഹീബ്രൂ ചാപ്റ്റർ 12 വേഴ്സ് 7, ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. യോഹന്ന, നമ്മുടെ എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ജഡസംബന്ധം, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങി പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങേണ്ടി ജീവിക്കണം. ആത്മാക്കളുടെ, വിശുദ്ധന്മാരായ ദൈവമക്കളുടെ ആത്മാക്കളെ കുറിച്ചാണ് പറയുന്നത്. ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ഉടനെ ചത്തുപോയവരുടെ ആത്മാവെന്നല്ല അർത്ഥം, മരിച്ചുപോയവരുടെ ആത്മാവെന്നല്ല. നമ്മൾ ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞ ഉടനെ പോയി ചത്തുപോയവരുടെ ശ്മശാനത്തിൽ പോയി ആത്മാക്കളെ നേടുന്ന കഥയല്ല. ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ദോസ് ഹു ആർ ഇൻ ദ ഫ്ലഷ്. ആ ഫ്ലഷിൽ ജീവിക്കുന്നവരെയാണ് എന്ത് പറയുന്നത്? ആത്മാക്കൾ എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ചു പോയിട്ട് പാതാളത്തിലോ ഏതോ നരകത്തിലോ പോയി കിടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ആത്മാവിനെ കുറിച്ചല്ല. ആത്മാക്കളുടെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാസംബന്ധമായ വിടുതൽ പ്രാപിപ്പാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. മാത്രമല്ല, ഇവിടെ എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പിന്നെയോ സിയോൻ പർവ്വതത്തിന് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിന് അനേകായിരം ദൂതന്മാരുടെ സർവ്വസമ്മതം സ്വർഗത്തിൽ പേരെത്തിക്കുന്ന അതിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ ചത്തുപോയവരുടെ ആത്മാവിന്റെ അടുക്ക പോയെന്നല്ല. ബൈബിളിന്റെ ഭാഷ മനസ്സിലാക്കണം. തടവിലുള്ള ആത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, ആ പ്രസിഡന്റിനകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്ന, പുറത്തു വരാൻ കഴിയാതെ കിടക്കുന്ന അവരോട് ക്രിസ്തുവിന്റെ ആത്മാവിൽ പോയി നോഹ സംസാരിച്ചു എന്നാണ് നിങ്ങൾ ഈ 1 പത്രോസിന്റെ ലേഖനം 3:19 മനസ്സിലാക്കണം. അങ്ങനെ തന്നെ എഴുതി നോക്കി. നമ്മുടെ ചിന്തകൾ വരുന്നത്, നമ്മളിവിടെ യേശു മരിച്ച ശേഷം പാതാളത്തിൽ പോയി എന്ന ഒരു പഠനം ആരോ പഠിപ്പിച്ചത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മളിത് വായിക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം നോക്കി. ആത്മാവിൽ ചെന്ന്, അപ്പം നോഹ പ്രസംഗിക്കുമ്പോൾ നോഹയിലൂടെ സംസാരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. ഹാനോക്കിലൂടെ പ്രവചിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. അബ്രഹാമിലൂടെ സംഭാഷിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. പഴയ നിയമത്തിൽ ഏത് പ്രവാചകനിലൂടെയും ദൈവം സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിലാണ്. That means the Holy Spirit was there. They spoke under the guidance of the Holy Spirit. The Holy Spirit is the Spirit of the Lord Jesus Christ. So ഇവിടെ നോക്കി, ആത്മാവിൽ ചെന്ന് അടുത്തത് സമയം. അതായത് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കുന്നവരായ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ, it's not talking about Hades, it's not talking about Sheol, it's not talking about hell. ഇതൊന്നുമല്ല. അന്ന് അക്ഷരാർത്ഥത്തിൽ ശരീരപ്രകാരം ജീവിച്ചിരുന്ന, നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളോട് നോഹ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയത് അത് നോഹയല്ല പറഞ്ഞത്, അവനിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്, അക്കോർഡിംഗ് ടു ദ 1 Peter chapter 1 verse 10 and 11.
ഓക്കെ, നിങ്ങൾക്ക് ഒരു സംശയമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ തിരുവെഴുത്തുകളെ വീണ്ടും നിങ്ങൾ പരിശോധിക്കുക. ബദ്ധന്മാരെ വിടുവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസന്നിൽ കിടക്കുന്നവരെ വിടുവിക്കാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ടെന്ന് പറയുന്നു. അപ്പൊ നിങ്ങളിവിടെ പറഞ്ഞു വരണം, ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ട സാരം, അങ്ങനെ പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചാകട്ടോ ക്രിസ്തു വരുന്നുണ്ട്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകാൻ പോകുന്നു. അപ്പം അന്ന് നോഹയുടെ കാലത്ത് യേശുക്രിസ്തുവിന്റെ ആത്മാവ്, അപ്പൊ ഞാൻ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം, യേശു ന്യായപ്രമാണം പ്രകാരം മരിച്ചു. ഇപ്പോൾ അവൻ എവിടെയാണ് ജീവിക്കുന്നത്? ന്യൂ കവനന്റിലാണ് ജീവിക്കുന്നത്, ഇൻ ദ സ്പിരിറ്റ്. ഒന്നാമത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി, ഒന്നാമത്തെ ആദം ജീവനുള്ള ദേഹിയായി, ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. 1 Corinthians chapter 15 verse 46 onwards വായിക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ക്രൈസ്റ്റ് ബിക്കേം ദ ലിവിംഗ് സ്പിരിറ്റ്. സോ ഇൻ ദ റെലം ഓഫ് ദ ന്യൂ കവനന്റ് എവറി പ്രീച്ചേഴ്സ്, ഇനി ഇത് ആരിലൂടെ അന്ന് നോഹയിലൂടെയാണ് ദൈവം സംസാരിച്ചത്. ഇന്ന് അവന്റെ അപ്പോസ്തലന്മാരിലൂടെ, യേശു ക്രിസ്തു തന്നെ അവന്റെ അപ്പോസ്തലന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് എന്ന് പറഞ്ഞാൽ, സ്റ്റിൽ that people, when Peter is writing these epistles, the people are under the dominion of the old covenant, under the prison of sin. The apostles are preaching by the Holy Spirit, in the realm of the Spirit. That Spirit is the Spirit of the resurrection. ക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ച അതേ ആത്മാവ്. ആ ആത്മാവിൽ അപ്പോസ്തലന്മാർ ചെന്ന് ജനങ്ങളോട് സംസാരിക്കുന്നു. പത്രോസ് ചെന്ന് ജനങ്ങളോട് സംസാരിക്കുന്നു. ആരോട്? ഏത് ജനത്തോട്? തടവിലുള്ള ജനത്തോട്. എന്തിനാണ് തടവിലുള്ള ജനത്തോട്? പാപമെന്ന ആ പ്രസനകത്ത് അകപ്പെട്ട ജനത്തോട് എന്ന് പറഞ്ഞാൽ, ആ കവനന്റിന്റെ കീഴിൽ അടിമകളായിരിക്കുന്നവരോട് സുവിശേഷത്താൽ, യേശുവിന്റെ ആത്മാവിനാൽ, അപ്പോസ്തലന്മാരുടെ ക്രിസ്തുവിലൂടെ ഈ സന്ദേശം കൈമാറ്റപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ പറഞ്ഞ് ഗ്രഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതായത് എൻ്റെ സഹോദരി സഹോദരന്മാരെ, മരിച്ച ശേഷം ഇത് പിൽക്കാലത്ത് നമ്മുടെ ഈ ബസ് ബുർഖാന മരിച്ച ശേഷവും ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നൊക്കെ പറയുന്ന കത്തോലിക്ക ഉപദേശത്തെ സാധൂകരിക്കാൻ ആളുകൾ പടച്ചു വെച്ചിരിക്കുന്ന ഒരു കമന്ററിയാണ്, അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ്. ദാറ്റ് ഇസ് നോട്ട് ബിബ്ലിക്കൽ. ദർ ഇസ് നോ ബിബ്ലിക്കൽ സ്റ്റാൻഡ് ഓൺ ഇറ്റ്. പിന്നെ വേദോസ പ്രകാരമല്ല ഇന്നത്തെ സഭകൾ പോകുന്നത് കൊണ്ട് ഇത് ആരെയും ബാധിക്കത്തില്ല. എങ്കിലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുവെഴുത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഏതെങ്കിലും പറയുമ്പോൾ ഉടനെ മറ്റൊരാളെ ആക്ഷേപിക്കുകയല്ല. ആസ് എ ടീച്ചർ ഐ നീഡ് ടു ഷോ വാട്ട് ആർ ദ എറേഴ്സ് and out of the truths, and this is the truth. I believe ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു വെളിപ്പാട് ആർക്കെങ്കിലും ലഭ്യമായെങ്കിൽ നിശ്ചയമായി just come forward, let us discuss. കാരണം നമുക്ക് എത്രത്തോളം ട്രൂത്ത് ക്ലാരിറ്റിയോടെ പറയാൻ പറ്റുമോ അത്രത്തോളം സത്യത്തെ പ്രസ്താവിക്കാം. ഇതൊരു വെളിപ്പാടായി നിങ്ങളുടെ ഹൃദയത്തിൽ കരുതുക. നോക്കിയാൽ ചെക്ക് ദ ബൈബിൾ. when I'm teaching the word, don't ഒരു മുൻവിധിയോടെ ഇരിക്കുക. ജോൺ ലോറൻസ് സ്പീക്കിംഗ്. നോ, ഐ ആം ജസ്റ്റ് ഒരു സാധുവായ മനുഷ്യനാണ്. എനിക്ക് പ്രശംസിക്കാനും പുകഴാനൊന്നുമില്ല. പക്ഷെ എൻ്റെ മേലുള്ളൊരു ദൈവിക വിളി, അതിൽ ഞാൻ വിശ്വസ്തനായേ പറ്റത്തുള്ളൂ. ദാറ്റ്സ് വൈ ഐ എം very much furious on this matter. No compromise with anything in the world. I mean to preach the truth. And this is the truth. So when Peter ഇത് എഴുതുന്ന സമയത്ത്, the people were just like waiting for the coming of Christ. Us, the people, those who are in the time of Noah, waiting for the flood. ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആ ജനത വെള്ളപ്പൊക്കത്തെ കാത്തിരുന്നത് പോലെ തമ്പുരാന്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്നവരോട് പറയുന്നു, now God is speaking through you, through the apostles. The apostles, ഞങ്ങൾ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നത്, that's not our preachings, that's not our words, is by the Spirit of the Lord Jesus Christ. These two realms, Old Covenant and New Covenant. Realm of the flesh and realm of the Spirit. It's not talking about Hades. It's not talking about the people, those who are after death, preaching to the death spirit. ചത്തുപോയവരോട് സംസാരിക്കുന്ന പരിപാടിയല്ല. It's talking about the people, those who are alive in the bodily form, in the physical body. It's not the matter of disembodiment of the spirit. Okay, may the Lord will bless you. And ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. Thank you so much for your patience to listen these old verses, all the sermons. Kindly, please, ദയവായിട്ട് നിങ്ങൾ ഇതുവരെ ഞാനിത് ഇങ്ങനെ പറയാറില്ലെങ്കിലും പറയാം, please kindly subscribe our channel and for your benefit, not for my benefit, because നമ്മൾ ഓരോ മെസ്സേജ് ഇടുമ്പോഴും ഇത് സത്യത്തെ അറിയാവുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടും. നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതിൻ്റെ ബെൽ ഐക്കൺ അത് ഞെക്കുക, കാരണം നോട്ടിഫിക്കേഷൻ വിൽ കം സൂൺ. Number 2, you need to share this whole message to everyone. പ്രിയ, നിങ്ങൾക്കറിയാം ഇതൊരു വലിയ ലോകം മൊത്തം വലിയ മാസ് ചാനൽ എന്നല്ല. ഇറ്റ്സ് എ സ്മോൾ വൺ. ഇറ്റ്സ് എ സ്മോൾ മിനിസ്ട്രി. ഇറ്റ്സ് എ ഹംബിൾ മിനിസ്ട്രി.
സോ ഷെയർ ദിസ് മെസ്സേജ് ടു യുവർ ഫ്രണ്ട്സ്, ദോസ് ഹു ആർ സീക്കിംഗ് ട്രൂത്ത്. സത്യത്തെ അന്വേഷിക്കുന്നവർക്ക് കൊടുക്കണം. കഴിയുന്നിടത്തോളം ദൈവദാസന്മാരുടെ പക്കൽ ഇത് അയച്ചു കൊടുക്കണം. അവർ ഒന്നെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടി അവരുടെ കണ്ണ് തുറക്കട്ടെ. ഇനിയെങ്കിലും നമുക്ക് സത്യത്തെ പിന്തുടരാം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണും വരെ മഹാദൈവം തൻ്റെ കൃപയിൽ നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. God bless you. I love you all in Jesus' mighty name.